Yes, welcome back to Disha Academy. എറർ ഡിറ്റക്ഷൻ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ദ ക്ലാസ്. സോ സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻസ്, നേരെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ചോദ്യം കൃത്യമായിട്ട് വായിക്കുക. ജോൺ ഈസ് വർക്കിംഗ് വെരി ഹാർഡ്ലി ആസ് ദ എക്സാമിനേഷൻസ് ആർ ഫാസ്റ്റ് അപ്രോച്ചിങ്. അപ്പൊ ജോണിന്റെ അതേ സ്റ്റേജിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് അല്ലെ. CGL ഇങ്ങനെ ഓൺ ഗോയിങ് ആണ്. MTS എക്സാം ഇതാ വരാനിരിക്കുന്നു. അപ്പം ജോണിനെ സംബന്ധിച്ചും അങ്ങനെ ഒരു കാലമായിരുന്നു. ഇപ്പൊ ജോൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളരെ കഠിനമായും എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയണമെന്നായിരുന്നു ചങ്ങാതി ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ ചെറിയൊരു തെറ്റ് സംഭവിച്ചു. വളരെ എഫക്റ്റീവായും കഠിനമായും വർക്ക് ചെയ്തു എന്ന് കാണിക്കുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാർഡ്ലി ആണ്. ഹാർഡ്ലി നിർഭാഗ്യവശാൽ എന്താണ്? ഒരു നെഗറ്റീവ് സെൻസ് ഉള്ള വേർഡാണ്. നെഗറ്റീവ് വേർഡാണ്. നെഗറ്റീവ് വേർഡ്. ഹാർഡ്ലിയുടെ അർത്ഥം ഓൾമോസ്റ്റ് നൺ എന്നാണ്. അപ്പം നന്നായി അധ്വാനിച്ചു എന്ന് പറയുമ്പോൾ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഹാർഡ്ലി അല്ല, ഹാർഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ ഹാർഡ്ലി സീ എന്ന് പറഞ്ഞാലോ, ഹാർഡ്ലി നമുക്കറിയാം നെഗറ്റീവ് വേർഡ് ആണ്, ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഹാർഡ്. വർക്ക്സ് ഹാർഡ് എന്നല്ല നമ്മൾ എപ്പോഴും പറയുന്നത്. അങ്ങനെ ചിന്തിക്കുക. ഐ ക്യാൻ ഹാർഡ്ലി സീ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാന്നല്ല, എനിക്ക് തീരെ കാണാൻ പറ്റുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഐ ക്യാൻ ഹാർഡ്ലി സീ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ചീഞ്ഞ തക്കാളി നമ്മൾ ഈ തക്കാളി കൊട്ടയിൽ വെച്ചാലേ ആ കൊട്ടയിലുള്ള തക്കാളികളെല്ലാം ചീഞ്ഞു പോകാനുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ് അല്ലെ. അതേപോലെ ഇതേ ഒരു നെഗറ്റീവ് വേർഡ് ആണ്. ഇവന്മാർ ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ എൻറ്റയർ സെന്റൻസ് മൊത്തം നെഗറ്റീവ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നെഗറ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വാർണിംഗ് സ്വീകരിച്ചുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം. ഐ ഹാവ് സീൻ ഹർ ഓൺലി വൺസ്. ഞാൻ ഒറ്റ തവണയെ കണ്ടുള്ളൂ, പക്ഷേ ഐ ആം ലൈക്കിംഗ് ഹെർ എ ലോട്ട്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് അല്ലെ. ഒറ്റ തവണ കണ്ടപ്പോ തന്നെ അവൻ എന്ത് വന്നു? കാതൽ വന്നു അല്ലെ, മുഖപത്ത് വന്നു, പ്രേം അല്ലെ, പ്രേമം. ഒറ്റ തവണയൊക്കെ തോന്നി ഇഷ്ടപ്പെടുവോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അവിടെ ഇഷ്ടപ്പെടുക എന്ന അർത്ഥത്തിൽ ഐ ആം ലൈക്കിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയില്ല. ഐ ആം ലൈക്കിംഗ് എന്ന് വേണ്ട, ഐ ലൈക്ക് എന്ന് മാത്രം പറഞ്ഞു. എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് മാത്രം പറഞ്ഞാൽ, ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഐ ആം ലൈക്കിംഗ് എന്ന് പറയില്ല. കാരണം നമുക്കറിയാം, നമ്മള് ക്രിയകൾ എന്ന് അല്ലെങ്കിൽ വേർബ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ഈ കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തനങ്ങളാണ് അല്ലെ. അങ്ങനെ നമ്മുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് മാത്രമാണോ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്? അല്ല. അങ്ങനെ അല്ലാതെയും പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറില്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ മനസ്സിൽ നടക്കുന്ന പ്രവർത്തനമാണ് അല്ലെ. അങ്ങനെ നമ്മളെ മൈൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കും സ്റ്റാറ്റീവ് വേർബ്സ്. അത് ആക്ഷനെ സൂചിപ്പിക്കുന്ന വെർബുകളല്ല, മറിച്ച് ഒരു അവസ്ഥയെയോ ചിന്തയെയോ സൂചിപ്പിക്കുന്ന വെർബുകളാണ്. അതായത് നമ്മുടെ ബോധമണ്ഡലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് ചിന്തിക്കുക. അപ്പൊ ഇതിവിടെ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, സ്റ്റാറ്റീവ് വേർബ്സ് ഒരിക്കലും ING ഫോമിൽ ഉപയോഗിക്കില്ല. ഈ ലൈക്ക് എന്ന് പറയുന്ന ശരീരഭാഗം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണോ? അല്ല, മനസ്സിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്ത് പറയില്ല? ലൈക്കിംഗ് എന്ന് പറയില്ല. കുറച്ചധികം എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ലൈക്ക്, കുറച്ച് സ്റ്റാറ്റീവ് വേർബ്സ് എഴുതാം കേട്ടോ. ലവ്, പിന്നെന്താണ്? ബിലീവ്, കൺസിഡർ, തിങ്ക്, കോസ്റ്റ്, ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഹാവ്, possess, own, belong. ഇതൊക്കെ എന്താണ്? സ്റ്റാറ്റീവ് വേർബ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഐ ആം ഹാവിങ് എ കാർ എന്ന് പറയില്ല. ഇങ്ങനെ പറയോ? ഐ എം ഹാവിങ് എ കാർ? തെറ്റാണ്. കാരണം എന്താ? ഇവിടെ ഉടമസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഹാവ്. അതാരാ? സ്റ്റാറ്റീവ് വെർബ്. സ്റ്റാറ്റീവ് വെർബിനെ ഒരിക്കലും ING ഫോമിൽ ഉപയോഗിക്കില്ല. അപ്പം ഐ ആം ഹാവിങ് എ കാർ എന്ന് പറയില്ല, ഐ ഹാവ് എ കാർ. അപ്പം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യാത്ത പ്രവർത്തനങ്ങൾ, they are called stative verbs. ING ഉപയോഗിക്കില്ല. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. ഐ ടോൾഡ് ഹിം. എന്താ പറഞ്ഞ? ഞാൻ അവനോട് പറഞ്ഞു. എന്താ ഞാൻ അവനോട് പറഞ്ഞത്? ദാറ്റ് വി എൻജോയ്ഡ് വെരി മച്ച് അറ്റ് ദ പാർട്ടി. ഇവിടെ നോക്കി, എൻജോയ് ചെയ്തു. ഈ എൻജോയ് എന്നുള്ളത് ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. എന്ത് വെർബാ? ട്രാൻസിറ്റീവ് വേർബ്. എന്താ ഇത് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് കൃത്യമായ ഒബ്ജക്റ്റ് വേണം. ട്രാൻസിറ്റീവ് വേർബ് ആണോ അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അതിന്റെ കൂടെ ആര് വേണം?
ഒരു ഒബ്ജക്റ്റ് വേണം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, അറ്റ് ദ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിയിൽ. പാർട്ടി എൻജോയ് ചെയ്തു എന്നല്ല പറഞ്ഞത്, പാർട്ടിയിൽ എൻജോയ് ചെയ്തു എന്നാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്ത് എൻജോയ് ചെയ്തു എന്ന ചോദ്യം ഇവിടെ വെയിഗായിട്ട് നിൽക്കുകയാണ്. എന്ത് എന്നൊരു ചോദ്യം വരുന്നില്ലേ? എൻജോയ് ചെയ്തു എന്ത്? അപ്പം അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഐ ടോൾഡ് ഹിം, ഇവിടെ വി അല്ലേ? വി ആയതുകൊണ്ട് ഞങ്ങളെ തന്നെ എൻജോയ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞങ്ങളെ തന്നെ എങ്ങനെ പറയാ? അവർ സെൽസ്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഈ വെരിയുടെയും എൻജോയുടെയും നടുക്ക് എന്ത് എൻജോയ് ചെയ്തു എന്ന് പറയേണ്ടത് കൊണ്ട് ഇപ്പൊ ഇവിടെ ഞങ്ങളായതുകൊണ്ടും ഞങ്ങളെ തന്നെ എന്ന് പറയുക, അതായത് അവർ സെൽസ് എന്ന് ഉപയോഗിക്കുക. അതേപോലെ നമ്മൾ ഇതിനെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് ഉപയോഗിക്കുകയാണ് കേട്ടോ. റിഫ്ലക്സീവ് പ്രോനൗൺ. ഈ അവർ സെൽഫ്, ദെം സെൽഫ്, ഹിം സെൽഫ്, ഹിസ് സെൽഫ്, ഹിംസ് എന്താണ് പറയാ, നമ്മുടെ ഇറ്റ് സെൽഫ്, മൈ സെൽഫ്, ഇതിനൊക്കെ റിഫ്ലക്സീവ് പ്രോനൗൺസ് എന്നാണ് വിളിക്കുന്നത്. ചില വെർബിന്റെ കൂടെ എപ്പോഴും നമ്മൾ റിഫ്ലക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആബ്സെന്റ്, അവെയിൽ, അഡാപ്റ്റ്, എൻജോയ്, എക്സെട്ര. ഈ വേർബ്സിന്റെ കൂടെ എന്താണ്? റിഫ്ലക്സീവ് പ്രോനൗൺ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എൻജോയുടെ കൂടെ അങ്ങനെ വന്നത്. എൻജോയുടെ കൂടെ ഒബ്ജക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ റിഫ്ലക്സീവ് പ്രോനൗൺ യൂസ് ചെയ്യണം. Scarcely did I reach the airport, nervous and tense. Then the plane took off, leaving me stranded in a alien place. Alien place എന്ന് പറഞ്ഞാൽ ഏലിയൻ എന്നല്ലെങ്കിൽ സ്ട്രേഞ്ച് എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. നമുക്ക് അന്യമായ ഏതൊരു കാര്യത്തെ നമ്മൾ ഏലിയൻ എന്ന് പറയും. അല്ലാണ്ട് ആ മറ്റേ കൊമ്പ് വെച്ച ജീവികളെ മാത്രമല്ല ഏലിയൻ എന്ന് പറയുന്നത് കേട്ടോ, ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഞാൻ ഭയങ്കര നെർവസ് ആയിട്ടും ടെൻസ് ആയിട്ടും എയർപോർട്ടിൽ എത്തിയ പാടെ ഫ്ലൈറ്റ് പോയി. എയർപോർട്ടിൽ എത്തുന്നതും ഫ്ലൈറ്റ് പോകുന്നതും ഒരേ ഒരു ഇങ്ങനെ ഒരു സീക്വൻസിൽ നടന്ന കാര്യമായിരുന്നു. അപ്പം രണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ഉണ്ടല്ലേ, ടു ഇമ്മീഡിയറ്റ് ആക്ഷൻസ്. അത് കാണിക്കാൻ നമ്മള് സ്കേഴ്സ്ലി ഉപയോഗിച്ചിട്ട് ആദ്യത്തെ കാര്യം പറഞ്ഞു. എന്താ? സ്കേഴ്സ്ലി ഡിഡ് ഐ റീച്ച് ദ എയർപോർട്ട്. ഞാൻ എയർപോർട്ടിൽ എത്തിയ പാടെ എങ്ങനെയാ വന്നത്? നെർവസ് ആൻഡ് ടെൻസ്. നെർവസ് ആയിട്ടും ടെൻസ് ആയിട്ടും ഞാൻ എയർപോർട്ടിൽ എത്തിയ പാടെ അടുത്ത എന്താ സംഭവിച്ച? പ്ലെയിൻ പോയി എന്നുള്ളതാണ്. ടേക്ക് ഓഫ് ചെയ്തു, അല്ലെ ടുക്ക് ഓഫ് ചെയ്തു. അപ്പൊ രണ്ടാമത്തെ കാര്യം പറയാം. ഫസ്റ്റ് ആക്ഷൻ എന്തിൽ പറയണം? ഫസ്റ്റ് ആക്ഷൻ എങ്ങനെ പറയേണ്ടത്? ഒന്നെങ്കിൽ ഹാർഡ്ലി, അല്ലെങ്കിൽ സ്കേഴ്സ്ലി, ഇനി അതും അല്ലെങ്കിൽ നോ സൂണർ. ഈ മൂന്ന് ഓപ്ഷനിൽ നിങ്ങൾക്ക് തുടങ്ങാം. പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ്. ഇങ്ങനെ തല തിരിച്ചിട്ട് വേണം ഫസ്റ്റ്. ഒന്നെങ്കിൽ ഹാർഡ്ലി, അല്ലെങ്കിൽ സ്കേഴ്സ്ലി, അല്ലെങ്കിൽ നോ സൂണർ. പിന്നെ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ്. ഇങ്ങനെ തല തിരിച്ചിട്ട് ആദ്യം നടന്ന പ്രവർത്തനം എഴുതുക. രണ്ടാമത് അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്ന മറ്റൊരു കാര്യമില്ലേ, അതെങ്ങനെയാ പറയേണ്ടതെന്ന് അറിയോ? ഒന്നെങ്കിൽ ദാന് അല്ലെങ്കിൽ വെന്ന്. ഈ രണ്ടിന്റെ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് സബ്ജക്റ്റ് പ്ലസ് ക്രിയയുടെ രണ്ടാമത്തെ രൂപം എന്ന രീതിയിൽ തൊട്ടടുത്ത് കിടന്ന കാര്യം പറയുക. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം പറയാം, ഒന്നെങ്കിൽ ദാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെന്ന് ഉപയോഗിക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനല്ല ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഹാർഡ്ലിയിലോ സ്കേഴ്സ്ലിയിലോ ആണ് തുടങ്ങിയതെങ്കിൽ രണ്ടാമത്തെ കാര്യം പറയാം വെന്നും, നോ സൂണറിലാണ് തുടങ്ങിയതെങ്കിൽ ദാൻ ഉപയോഗിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഹാർഡ്ലിയിലോ സ്കേഴ്സ്ലിയിലോ ആണ് തുടങ്ങിയതെങ്കിൽ രണ്ടാമത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വെന്ന് ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ ആരാ കയറിയിരിക്കുന്നത്? ആരാ ഇവിടെ കയറിയിരിക്കുന്നത്? ദാൻ. സ്കേഴ്സ്ലിയിലല്ല ഞാൻ തുടങ്ങിയത്. അപ്പൊ സ്കേഴ്സ്ലി രണ്ടാമത്തെ കാര്യം ദാനല്ല, വെൻ. ഓക്കെ, വെൻ ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം കേട്ടോ. ഒരുപക്ഷെ ഇവിടെ ദാൻ ഉപയോഗിക്കായിരുന്നു. ഇപ്പം ഞാൻ നോ സൂണറിലാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ രണ്ടാമത്തെ കാര്യം പറയാൻ കൺജങ്ഷൻ ആയിട്ട് ദാൻ ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഇതിപ്പം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഗൗരി ടോൾഡ് മീ. ഗൗരി എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഹിസ് നെയിം, അവന്റെ പേര്. എപ്പോ? ആഫ്റ്റർ ഹി ലെഫ്റ്റ്, അവൻ പോയ ഉടനെ. അവൻ പോയി കഴിഞ്ഞതിന്, പോയ ഉടനെ എന്നല്ല, പോയി കഴിഞ്ഞ ശേഷം. ആഫ്റ്ററിന്റെ അർത്ഥം എന്താ? ശേഷം. അവൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഗൗരി അവന്റെ പേര് എന്നോട് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ആക്ഷൻ ഏതാ? അവൻ പോയതാണ് അല്ലെ, അതിനുശേഷമല്ലേ ഗൗരി എന്നോട് പറയുന്നത്. അപ്പൊ നമുക്കറിയാം രണ്ട് ഭൂതകാലത്തില് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ പറയേണ്ടത്? ഫസ്റ്റ് ആക്ഷൻ എന്തിൽ പറയണം? ഫസ്റ്റ് ആക്ഷൻ എന്തിൽ പറയണം? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ്
V3-ൽ പറയണം, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് പറയണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ആക്ഷൻ അവൻ പോയി എന്നുള്ളതല്ലേ? അപ്പൊ ഹി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഹി സബ്ജക്റ്റ് ആണ്. ഹാഡ് വെക്കുക, ഹാഡ് വെച്ചു, പിന്നെ പോവുക എന്നതിന്റെ V3 ലെഫ്റ്റ് എന്ന് തന്നെയാണല്ലോ അല്ലെ? യെസ്, കണ്ടോ, ഹി ഹാഡ് ലെഫ്റ്റ് എന്ന് വരും. അപ്പൊ ഇതാണ് സെക്കൻഡ് ആക്ഷൻ. ഗൗരി പറഞ്ഞതാണ് എന്ത് സെക്കൻഡ് ആക്ഷൻ. ഫസ്റ്റ് ആക്ഷൻ അവന് പോയി, അതിനുശേഷമാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ പ്രവർത്തനം സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. വി ഹാഡ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽറ്റി. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തിനാ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ? ടു ഫൈൻഡ് ദ ഹൗസ്. വീട് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയ ബുദ്ധിമുട്ട്, ഡിഫിക്കൽറ്റി. ഇപ്പൊ ഇവിടെ റൂൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞൊരു നൗൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഉപയോഗിക്കേണ്ടത് ഇൻ ആയിരിക്കണം. ഇൻ പ്ലസ് ING ഫോം, ഇങ്ങനെ ആയിരിക്കണം. ഇവിടെ ഡിഫിക്കൽറ്റി വന്നില്ല, ഡിഫിക്കൽറ്റി വന്നു. അതിന് ശേഷം 2 + V1 അല്ല, ഇൻ പ്ലസ് ING. ഏതിലാ? കണ്ടുപിടിക്കുന്നതിനാണ്. അപ്പൊ എന്ത് വരും? ഇൻ ഫൈൻഡിങ് എന്ന് വരും. ഓക്കെ, ഇൻ ഫൈൻഡിങ് ദ ഹൗസ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് പഠിക്കുന്നതിൽ ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് ഡിഫിക്കൽറ്റി ഇൻ സ്റ്റഡിയിങ്. പഠിക്കുന്നതിൽ. കണ്ടോ, ഡിഫിക്കൽറ്റിക്ക് ശേഷം ഇൻ പ്ലസ് ING യൂസ് ചെയ്യുക. പേഷ്യൻസ്, ക്ഷമ. as well as perseverance. Perseverance means സ്ഥിരോത്സാഹം. കേട്ടോ, സ്ഥിരമായിട്ട് ഉത്സാഹിക്കുന്നതിനാണ്. അപ്പം ഇത് ക്ഷമയും അതുപോലെ തന്നെ മറ്റൊന്നല്ല, അതുപോലെ തന്നെ സ്ഥിരോത്സാഹവുമാണെന്ത് വിജയത്തിന്, സക്സസിന് വേണ്ട നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കി, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴേ പേഷ്യൻസ് ഉണ്ട്, ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട്, സ്ഥിരോത്സാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം രണ്ടും സെപ്പറേറ്റ് അല്ലേ? ഇപ്പൊ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് പ്ലൂരൽ ആണ്. അപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന വെർബും പ്ലൂരൽ ആണ്. അപ്പം സാറ് പറഞ്ഞിട്ടുണ്ട് യെസ് ചേർന്നിരിക്കുന്ന ക്രിയാരൂപങ്ങളാണ് സിംഗുലർ, അല്ലാത്തതെല്ലാം പ്ലൂരൽ ആണ്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൂരൽ സബ്ജക്ട് പ്ലൂരൽ വെർബ് അല്ലേ എന്ന് ചിന്തിക്കും. അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നക്കാരൻ ഇവനാണ്. ആസ് വെൽ ആസ്. അപ്പൊ ക്ഷമയും സ്ഥിരോത്സാഹവും പഠിച്ച സ്ഥിതിക്ക് മായ്ച്ചു കളയണേ. ആസ് വെൽ ആസ് ഇത് എ ആണ്. ഇത് എ എന്ന് പറഞ്ഞ നൗണ് പേഷ്യൻസ്. ഇത് ബി എന്ന് പറഞ്ഞ നൗണ് സ്ഥിരോത്സാഹം. ഇതിനെ രണ്ടിനെയും ആസ് വെൽ ആസ് ആണ് ഉപയോഗിച്ചത്. അങ്ങനെ രണ്ട് നൗണുകളെ, രണ്ട് ഐറ്റംസിനെ ആസ് വെൽ ആസ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോ അത്തരം സെന്റൻസുകളുടെ വെർബിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ വെർബ് ഒന്നാമത്തെ സബ്ജക്റ്റുമായിട്ടായിരിക്കണം എഗ്രിമെന്റിൽ പോകേണ്ടത്. രണ്ടാൾക്കും തുല്യ പരിഗണനയൊന്നും ഇല്ല. മനസ്സിലായോ? രണ്ടാളെ നമ്മൾ പരിഗണിക്കണ്ട. രണ്ടെണ്ണത്തിനെ ആസ് വെൽ ആസ് പോലുള്ള ഒരു ഫ്രേസ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോ ദ വെർബ് ഷുഡ് അഗ്രി വിത്ത് ദ ഫസ്റ്റ് നൗൺ, ഫസ്റ്റ് ഐറ്റം. ഇപ്പൊ ക്ഷമ സിംഗുലർ ആണ്, ഇതൊരു അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് തന്നെ പേഷ്യൻസ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ആറ് വരില്ല, എന്ത് വരും? ഈസ് വരും. അപ്പൊ ഒന്നാമത്തെ ആളെ മാത്രം പരിഗണിച്ചാൽ മതി. ഈ ഭാഗത്തിന് വലിയൊരു പ്രസക്തി ഇല്ല കേട്ടോ, പെർസീവറൻസിന് പ്രസക്തി ഇല്ല. ഓക്കെ, അടുത്തത് ഇഫ് മോട്ടോറിസ്റ്റ്, അതായത് വാഹനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് ഡു നോട്ട് ഒബ്സർവ് ദ ട്രാഫിക് റെഗുലേഷൻസ്, അതായത് നിയമങ്ങൾ പാലിച്ചില്ല എങ്കിൽ അവരെ എന്തൊക്കെ ചെയ്യപ്പെടും എന്നാ പറയുന്നത്? അതായത് വാഹനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരില്ലേ, അവര് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഒരു കണ്ടീഷനാണ്. എന്ത് സംഭവിക്കും? അവരെ നിർത്തപ്പെടും, ടിക്കറ്റ് കൊടുക്കപ്പെടും, അതുപോലെ തന്നെ എന്താണ്, ഫൈൻ അടയ്ക്കപ്പെടും. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം നോക്കിയേ? ഇവിടെ ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? ആൻഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് വേർബ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറെ ക്രിയാരൂപങ്ങളെ ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോ ശ്രദ്ധിക്കണേ, വെർബ് ഫോം നിയന്ത്രിക്കുക. ഒരു വെർബ് ഫോം, രണ്ടാമത്തെ മറ്റൊരു വെർബ് ഫോം. ഇങ്ങനെ രണ്ടിലധികമോ രണ്ട് വെർബ് ഫോംസിനെയോ ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോ ഒരേ ഫോം ആയിരിക്കണം കേട്ടോ, ഒരേ ഫോം ആയിരിക്കണം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഏതൊക്കെ ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കും? സ്റ്റോപ്പ്ഡ് ഒന്നാമത്തത്, ടിക്കറ്റഡ് രണ്ടാമത്തത്, മൂന്നാമത്തത്. ഇങ്ങനെ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റോപ്പ്ഡ് V3, ഇതും V3. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ വിൽ ബി കണ്ടില്ലേ?
വിൽ ബിക്ക് ശേഷം എപ്പോഴും V3 ആണ് ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിച്ചേ, വിൽ ബി എന്ന ഫ്രേസിന് ശേഷം, എന്ന വെർബ് ഫ്രേസിന് ശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? V3 ആയിരിക്കണം. അപ്പൊ ഇവിടെ വിൽ ബി വന്നു. അപ്പൊ ഇതാരാ? V3. ഇതാരാ? V3. അപ്പൊ നോർമലി നമ്മുടെ നിയമപ്രകാരം ഇങ്ങനെ രണ്ടാൾക്കാരെ ബന്ധിപ്പിക്കുന്നുണ്ട്, ഒരേ ഫോം ആയിരിക്കണം. അപ്പൊ ഇത് രണ്ടും V3 ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളും V3 ആവണ്ടേ? അപ്പം ഹാവ് ടു പേ എ ഫൈൻ എന്നല്ല, ഫൈൻഡ് എന്ന് പറഞ്ഞാൽ മതി. ഫൈൻ അടിക്കപ്പെടും. ഫൈൻഡ്. കണ്ടോ? സ്റ്റോപ്പ്, ടിക്കറ്റഡ് ആൻഡ് ഫൈനലി ഫൈൻ. ഇപ്പൊ എല്ലാരും ഒരേ ഫോം ആയില്ലേ? എല്ലാരും V3 ആയി, എല്ലാരും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയി അല്ലെ? They are in the same form, so the sentence becomes grammatically correct and I become happy as well. Okay, എനിക്ക് സന്തോഷമായി. If the majority of the individuals in a state prosper, അതായത് ഇത് ഒരു കണ്ടീഷൻ പറയുന്നതാണ്. ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി കാണിക്കാൻ. ഫ്യൂച്ചർ പോസിബിലിറ്റി ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. എന്താന്ന് പറയാ, അതായത് ഒരു രാജ്യത്തിലെ ഭൂരിഭാഗം ആൾക്കാരും പ്രോസ്പർ എന്ന് വെച്ചാൽ നിങ്ങൾ സക്സീഡ് എന്ന് ചിന്തിച്ചോളൂ. സക്സീഡ്, ജയിച്ചാൽ, ഇത് വിജയിച്ചാല് ശരിക്കും ആ രാജ്യം തന്നെയാണ് വിജയിക്കുന്നത് അല്ലെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആൾക്കാരുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെട്ട് ആൾക്കാർ മെച്ചപ്പെടുക എന്നാണ് കറക്റ്റ് വേർഡ് കേട്ടോ, പ്രോസ്പർ. ആ മെച്ചപ്പെടുന്നത് എന്ത് തന്നെയാണ്? രാജ്യം തന്നെയാണ് മെച്ചപ്പെടുന്നതാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഈഫ് ഞാൻ പറഞ്ഞത് ഫ്യൂച്ചർ പോസിബിലിറ്റിയാണ്. സബ്ജക്ട് പ്ലസ് V1. ഫ്യൂച്ചർ പോസിബിലിറ്റി പറയാൻ ഈഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1, സബ്ജക്ട് പ്ലസ് വില്ല് പ്ലസ് V1 ആണ്. അതാണ്. ഇങ്ങനെയായാൽ മറ്റൊന്ന് സംഭവിക്കപ്പെടും. ജനങ്ങൾ നന്നായാൽ രാജ്യം നന്നാവും എന്നാണ് പറയുന്നത്. അപ്പം വുഡ് അല്ല, സ്റ്റേറ്റ് ആണ് സബ്ജക്ട്, പ്ലസ് രണ്ടാമത്തെ എഫക്റ്റ് പറയുമ്പോൾ സബ്ജക്ട് കൊടുത്തു, പിന്നെ വില്ലല്ല, സോറി വുഡ് അല്ല വില്ല്, വുഡല്ല വില്ലാണ്. ഓക്കെ, പ്രോസ്പർ. യെസ്, ദ ആക്ട്രസ് വാസ് ഷോക്ക്ഡ്. നടി ഷോക്കായി പോയി. കാരണം എന്താ? ബൈ ദ ന്യൂസ് ഓഫ് എ ഡോഗ്സ്. അപ്പം തന്റെ പ്രിയപ്പെട്ട പട്ടിയുടെ മരണം ആരെ ഷോക്ക്ഡ് ആക്കി കളഞ്ഞു? ആക്ട്രസിനെ ഷോക്ക്ഡ് ആക്കി. അപ്പൊ നമ്മൾ ഈ ഷോക്ക്ഡ് ആകുക എന്ന് പറയും. നമ്മൾ ഈ ഷോക്ക്ഡ് ആകുന്നത് ഏതെങ്കിലും ഒരു ഈവന്റോ സിറ്റുവേഷനോ കാരണമാണെങ്കിൽ നമ്മള് ഷോക്ക്ഡിന്റെ കൂടെ വൈ അല്ല ഉപയോഗിക്കുക. എന്താ? ഷോക്ക്ഡ് അറ്റ് ആണ്. അപ്പം വൈ അല്ല അറ്റ് എന്ന് വരും കേട്ടോ. ഷോക്ക്ഡ് അറ്റ് സംതിങ് എന്നാണ്. നമ്മളെ ഷോക്ക് ചെയ്യിപ്പിച്ചത് ഒരു ഈവന്റോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ആണെങ്കിൽ, ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് പട്ടിയുടെ മരണം, അതൊരു ഈവന്റ് സിറ്റുവേഷൻ കാറ്റഗറിയിൽ പെടുത്താം. അപ്പൊ ഇവിടെ എന്ത് വരും? അറ്റ് വരും. ഓക്കെ, യെസ്. The soil was moist. Moist means കുറച്ച് വെറ്റായിട്ടിരിക്കുന്നതാണ്, കുറച്ച് തണുത്ത് അല്ലെങ്കിൽ നനവോടെ ഇരിക്കുന്നതാണ്. The soil was moist as. ഇവിടെ as ഉപയോഗിച്ചിരിക്കുന്നത് കാരണം എന്ന അർത്ഥത്തിനാണ്. കാരണം മണ്ണ് കുറച്ച് തണുപ്പുള്ളതായിരുന്നു, അല്ലെങ്കിൽ എന്താണ് പറയുക, നനവുള്ളതായിരുന്നു. കാരണം there was little rain the day before. മണ്ണ് തണുത്തതാണെങ്കിൽ ഇന്നലെ മഴ പെയ്യണ്ടേ, എന്നാലല്ലേ മണ്ണ് തണുത്തിരിക്കുള്ളൂ. ഇന്നലെ മഴ പെയ്യണം അല്ലെ? അപ്പൊ ലിറ്റിൽ റെയിൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ലിറ്റിൽ എന്ന് മാത്രമാണെങ്കിൽ അതിന്റെ അർത്ഥം ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ്, ഇല്ല എന്നാണ്, നെഗറ്റീവ് ആണ്. ഇനി ഇത് പോസിറ്റീവ് ആണ്. എന്ത്? എ ലിറ്റിൽ. എ ലിറ്റിലിന്റെ അർത്ഥം സമ്മ്, കുറച്ച്, പോസിറ്റീവ് ആണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ കുറച്ചുണ്ടെന്നൊക്കെ കാണിക്കാൻ, അല്ലെങ്കിൽ ഉണ്ട് എന്ന് കാണിക്കാൻ തന്നെ ലിറ്റിൽ ഉപയോഗിക്കുമ്പോൾ എ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എ ഇല്ലാത്ത ലിറ്റിൽ എന്താണ് പറയുക? എ ഇല്ലാത്ത ലിറ്റിൽ കറി, ഉപ്പില്ലാത്ത കറി പോലെയാണെന്ന് പറയുന്നത് പോലെ എ ഇല്ലാത്ത ലിറ്റിൽ നെഗറ്റീവ് ആണ്, ഇല്ല എന്നർത്ഥം. എ ഉൾപ്പെട്ട ലിറ്റിലാണ് പോസിറ്റീവ് അർത്ഥം. അപ്പൊ ഇന്നലെ മഴ ഉണ്ടാവണ്ടേ, എന്നാലല്ലേ നനഞ്ഞിരിക്കുള്ളൂ. അപ്പൊ ലിറ്റിൽ റെയിൻ എന്ന് പറയത്തില്ല, എ ലിറ്റിൽ റെയിൻ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കുപ്പിയില് ഇതിനകത്ത് വെള്ളമില്ല, നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് വെള്ളമില്ല. അപ്പൊ എന്ത് പറയണം? there is little water in the bottle. ഇനി ഈ ഒരു ബോട്ടില് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് പറയാം? there is a little water in the bottle. there is a little water. Okay.
Hope it is clear. So, they are a politically important family. ഒരു ഭയങ്കര രാഷ്ട്രീയപരമായിട്ട് പ്രാധാന്യമുള്ളൊരു ഫാമിലിയാണ്. വൺ ഓഫ് ഹിസ് സിസ്റ്റേഴ്സ്, അവന്റെ പെങ്ങന്മാരിൽ ഒരാൾ ഒരു മിനിസ്റ്ററാണ്. കഴിഞ്ഞിട്ടില്ല, അടുത്തയാളിൽ രണ്ടാളുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒരാൾ മിനിസ്റ്ററാണ്. നോക്കിയേ, വൺ ഓഫ് ദ പ്ലസ് പ്ലൂരൽ നൗൺ സമം സിംഗുലർ വെർബ്, അതൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തയാളോ ദ അതർ ഈസ് മാരീഡ്, മറ്റൊരു മിനിസ്റ്ററിനെയാണ് കല്യാണം കഴിച്ചത്. അപ്പം ഒരാള് മിനിസ്റ്ററാണ്, മറ്റൊരാള് വേറൊരു മന്ത്രിയുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോ മാരീഡ് എന്ന പദത്തിന്റെ കൂടെ ടു അല്ല, സോറി വിത്ത് അല്ല, ടു ആണ് ഉപയോഗിക്കുക. മാരീഡ് ടു സമ്മൺ എന്നാ പറയാ. ഇപ്പം ഇന്ന ഒരാളുമായിട്ട് വിവാഹ ബന്ധത്തിലാണെന്ന് കാണിക്കുമ്പോൾ മാരീഡിന്റെ കൂടെ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്? ടു. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ഞാൻ പിടിക്കുന്നില്ല, എന്നെ തന്നെ പിടിക്കാം. എക്സാമ്പിളിലെങ്കിലും അങ്ങനെ സംഭവിക്കട്ടെ. ഓക്കെ, ഐ ആം മാരീഡ് ടു എ ഗേൾ എന്ന് പറഞ്ഞാലോ, മാരീഡ് ടു എ ഡോക്ടർ പറയാം. ഓക്കെ, അപ്പം ഐ ആം മാരീഡ് ടു എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറുമായിട്ട് വിവാഹ ബന്ധത്തിലാണ്. മാരീഡിന്റെ കൂടെ എന്താണ്? ടു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, knowledge of at least 2 languages are required to pass the exam. അപ്പൊ എക്സാം പാസ് ചെയ്യുന്നതിന് എന്ത് വേണം? എന്താണ് റിക്വയർഡ്? എന്താണ് ആവശ്യം? എന്താണ്? അറ്റ്ലീസ്റ്റ് 2 ഭാഷയെങ്കിലും അറിഞ്ഞിരിക്കണം. 2 ഭാഷയിലുള്ള അറിവ്, അതാണ് വേണ്ടത്. ഇപ്പൊ 2 ലാംഗ്വേജസ് എന്ന് കണ്ടിട്ട് 6 എന്ന് കൊടുത്തിന് ശരിയാന്ന് ധരിക്കരുത്. 2 ഭാഷയിലുള്ള അറിവ്, ആ അറിവാണ് വേണ്ടത്. അപ്പം അറിവാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. അറിവ് ഒരു അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് തന്നെ എന്താണ്? സിംഗുലർ ആണ്. അപ്പം അറിവെന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റിനോട് ചേർന്ന് പോകുന്ന അറിവല്ലേ വേണ്ടത്. അറിവ് വേണ്ടതെന്ന് പറയുമ്പോൾ അറിവ് ഈസ് റിക്വയർഡ്, അല്ലെങ്കിൽ നോളജ് ഈസ് റിക്വയർഡ് എന്നാണ് വരിക. ഓക്കെ, അടുത്തത്, the secretary and principal of the college are attending the district development council meeting at the collectorate. അപ്പൊ കളക്ടറേറ്റില് ഈ പറഞ്ഞ സെക്രട്ടറിയും പ്രിൻസിപ്പളും, കോളേജിന്റെ പ്രിൻസിപ്പളും സെക്രട്ടറി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 2 ആൾക്കാരാണെന്ന്. പക്ഷേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ദ സെക്രട്ടറി ആൻഡ് പ്രിൻസിപ്പൾ എന്നാണ്. ഇവിടെ തുടക്കത്തിൽ മാത്രമല്ലേ ആർട്ടിക്കിൾ ഉള്ളൂ. അങ്ങനെ തുടക്കത്തിൽ മാത്രം ആർട്ടിക്കിൾ ഉള്ളെങ്കിൽ ഇത് 1 പേഴ്സൺ ആണ്. രണ്ട് പോസ്റ്റുകളും കൈകാര്യം ചെയ്യുന്ന ആരാണ്? അതായത് ആ സ്കൂളിന്റെ സെക്രട്ടറിയും പ്രിൻസിപ്പളും ഒറ്റൊരാളാണ്. അപ്പം ഒറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ ഒറ്റൊരാളും 2 പദവിയും. ഇപ്പൊ ഒറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ 6 വേണോ? വേണ്ട, ഈസ് മതി. അപ്പൊ നമ്മൾ ചോദിക്കുക, 1 ആർട്ടിക്കിൾ ആണെങ്കിൽ, തുടക്കത്തിൽ മാത്രമാണ് ആർട്ടിക്കിൾ എന്നെങ്കിൽ 1 പേഴ്സൺ. 2 ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, അതായത് 2 ഇടത്തും ദാ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 2 പേഴ്സൺസ്. ഓക്കെ, യെസ്. അപ്പൊ തുടക്കത്തിൽ മാത്രമാണ് ആർട്ടിക്കിൾ എങ്കിൽ ഒറ്റൊരാള്, 2 ഇടത്തും ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 2 ആൾക്കാര്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ട്രിക്കി ആയിട്ടുള്ള പാർട്ടാണ്. യെസ്, ദർ ഇസ് ഓൺലി 1 ഓഫ് ഹിസ് നോവൽസ് ദാറ്റ് ആർ ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അവൻ ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് നോവൽസ് എഴുതിയ ഒരു വ്യക്തിയാണ്. പക്ഷെ അതില് ഒരെണ്ണം മാത്രമാണ് ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര സങ്കടമായി പോലെ, ഒരുപാട് എഴുതിയിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ പോലും ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഓൺലി 1, കണ്ടോ, ഓൺലി 1 എന്നൊരു പ്രൈസ് വന്നു. ഒരുപാട് എണ്ണം ഉണ്ട്, അതില് ഓൺലി 1 ആണ് ഇൻട്രസ്റ്റിംഗ്. അപ്പം ഈസ് വരും, ആറല്ല. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം. അതും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. യെസ്, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോ, മറ്റൊരു ടോപ്പിക്ക് അടുത്ത ദിവസം കാണാം. യെസ്, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.